നമുക്കൊരു സിമ്പിളായിട്ട് മോരുകറി ട്രൈ ചെയ്താലോ? എൻ്റെ വീട്ടിൽ മാസത്തിൽ 1-2 തവണയൊക്കെ മാത്രം കേട്ടോ മോരുകറി, സാമ്പാർ, അവിലൊക്കെ വെക്കുള്ളൂ. ഒട്ടുമിക്ക ദിവസവും അവിടെയൊക്കെ നോണായിരിക്കും. എൻ്റെ വീട് ഒരു ക്രിസ്ത്യൻ ഏരിയയിലാട്ടോ. പിന്നെ ഹിന്ദുസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ മാത്രം ഞങ്ങൾ അമ്പലത്തിൽ പോകും. പക്ഷെ ഞാൻ മാരേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ടിപ്പിക്കലായ ഫാമിലിയൊക്കെയാണ്. അവിടെ ആണെങ്കിൽ എല്ലാ ദിവസവും സാമ്പാർ, മോര്, പിന്നെ അവർക്ക് ഒരു ദിവസം അമ്പലത്തിൽ പോകാണ്ട് ഒരു ദിവസം തുടങ്ങില്ല. എൻ്റെ കെട്ടിയവൻ്റെ ഫേവറേറ്റും അത് തന്നെയാണ് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ അരിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, 4-5 പച്ചമുളക്, കറിവേപ്പില ആഡ് ചെയ്ത് ഒരു 3 വിസിൽ അടിക്കാനായിട്ട് വെക്കാം. ആ നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അരമുറി നാളികേരത്തേക്ക് ഒരു നുള്ള് ജീരകം, 3-4 മണി കുരുമുളക്, അതേപോലെ 4 പച്ചമുളകും ആഡ് ചെയ്തിട്ട് നല്ല തൈരിൽ വേണത് അരച്ചെടുക്കാം. വെള്ളത്തിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും. മോരിൽ തന്നെ വേണത് അരച്ചെടുക്കാം. ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് തിളയ്ക്കാനായിട്ട് പാടില്ല. ആ നേരം കൊണ്ട് നമുക്ക് വറുത്തിടാനുള്ളത് തയ്യാറാക്കാം. ഒരു ടീസ്പൂണ് കടുക്, 3-4 മിളക്, അതേപോലെ ഉലുവയും ചേർത്ത് വേപ്പില ചേർത്ത് ഇതിലേക്ക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി തയ്യാറാട്ടോ. പിന്നെ ഇതിന് ശേഷം ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ. മോര് ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല.